PMSSB 2023 വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതിനൊരു ബേസിക് ഐഡിയ ഓൾറെഡി മുന്നേയുള്ള പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതിന് വേണ്ടിയിട്ട് ഏതൊക്കെ കാറ്റഗറീസിനാണ് ഏതൊക്കെ ക്ലാസ്സുകളാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൽ കുറച്ച് പോയിന്റ്സും കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റിയിൽ ഫസ്റ്റ് വൺ അപ്ലിക്കൻസ് ഷുഡ് ബി ഇന്ത്യൻ നാഷണൽസ്. കാരണം ഇത് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്നതാണ്. അപ്പോൾ ഇന്ത്യക്കാരായുള്ള സ്റ്റുഡൻസ് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ദേ ഷുഡ് ബി ബിലോങ്ങിങ് ടു OBC ഓർ EBC ഓർ DNT കാറ്റഗറി. ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദേ ഷുഡ് ബി സ്റ്റഡിങ് ഇൻ ഐഡന്റിഫൈഡ് ടോപ്പ് ക്ലാസ് സ്കൂൾസ്. അതായത് നമ്മളറിയാം ഓൾറെഡി NTA വെബ്സൈറ്റിൽ ടോപ്പ് സ്കൂൾസ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ സ്കൂൾസിൽ പഠിക്കുന്നവരായിരിക്കണം. ദ ലിസ്റ്റ് ഓഫ് സച്ച് സ്കൂൾസ് ഈസ് ഹോസ്റ്റഡ് ഓൺ ദ വെബ്സൈറ്റ്. ഓൾറെഡി പറയുന്നുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ ഓൾറെഡി ആ ഒരു സ്കൂൾസിന്റെ ലിസ്റ്റ് ഉണ്ട്. ദേ ഷുഡ് ഹാവ് പാസ്ഡ് ക്ലാസ് 8 ഓർ ക്ലാസ് 10 ആസ് ദ കേസ് മേ ബി ഇൻ 2022-23. അതായത് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ എന്ത് ചെയ്യണം, അവർ 8th 10th പാസ് ചെയ്തവരായിരിക്കണം. കാരണം 9th ഉള്ളവർക്കും +1 ഉള്ളവർക്കും എഴുതാൻ പറ്റുക. 9th ഉള്ളവരാണെങ്കിൽ 8th പാസ്സായവരായിരിക്കണം. 10th പാസ്സായിട്ട് +1 ഇപ്പോൾ പഠിക്കുന്നവരായിരിക്കണം. ഈ രണ്ട് കാറ്റഗറി ആളുകൾക്കാണ് ഇത് പറ്റുക. അതുപോലെ തന്നെ ദ ആനുവൽ ഇൻകം ഓഫ് ദ പാരൻസ് ഓർ ഗാർഡിയൻ ഫ്രം ഓൾ സോഴ്സസ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 2.5 lakhs. 2.5 ലക്ഷം രൂപയേക്കാളും അധികം വരാൻ പാടില്ല. നിങ്ങളുടെ ഫാമിലി ഇൻകം, നിങ്ങളുടെ വരുമാന പരിധി 2.5 ലക്ഷം ആയിരിക്കണം മാക്സിമം. ഓക്കെ. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ ക്ലാസ് 9 എക്സാം ഷുഡ് ഹാവ് ബീൻ ബോൺ ബിറ്റ്വീൻ 1/4/2007. 1/4/2007 മുന്നേ 1/4/2007 31/3/2011 ഇൻ ബിറ്റ്വീൻ ആയിട്ട് ജനിച്ച ആളുകളായിരിക്കണം എന്ത് 9th അപ്ലൈ ചെയ്യേണ്ട ആളുകൾ. ഇതുപോലെ തന്നെ +1 അപ്ലൈ ചെയ്യുന്നവർ 1/4/2005 31/3/2009 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ എലിജിബിൾ ടു അപ്ലൈ. എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ഫോർ ഗേൾസ് ആർ ദ സെയിം ആസ് ദ ഫോർ ബോയ്സ്. പ്രത്യേകിച്ച് അതിന് വേറെ ഗേൾസിനും ബോയ്സിനും ഡിസ്ക്രിമിനേഷൻസ് ഒന്നുമില്ല. ചില എക്സാമുകൾക്ക് ഗേൾസിന് ചിലപ്പോൾ അപ്ലിക്കേഷൻ ഫീൽ കുറവും കാര്യങ്ങളും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം സെയിം ആണ് എന്നാണ് പറഞ്ഞത്. ഫീൽ ഇല്ല, അത് വേറെ കാര്യം. പക്ഷേ ഇതിലുള്ള എല്ലാ ക്രൈറ്റീരിയാസും കാര്യങ്ങളും ബോയ്സിനും ഗേൾസിനും സെയിം ആണ്. ഇതാണ് എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ഈ ഒരു എക്സാം എഴുതാനുള്ള. അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഓൾറെഡി ഇതിൽ പല കാര്യങ്ങളും പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, പുതിയതൊന്നുമല്ല. പക്ഷേ ഇതൊരു നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇത് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആക്കി ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. കാരണം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക, നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് സ്കോളർഷിപ്പായിട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ളവർക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. എല്ലാം പോസിബിൾ ആണ്. അപ്പം ഈ ഒരു എലിജിബിലിറ്റി ഉള്ളവർ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.